ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഒരുപാട് സിനിമകളാണ് തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പ്രേക്ഷകർക്കൊക്കെ ഒരു വലിയൊരു ആഘോഷമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ക്രിസ്മസ് റിലീസുകളിൽ ഏതൊക്കെ സിനിമകളാണ് മുമ്പിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിൽ ആദ്യമായിട്ട് തിയേറ്ററിൽ എത്തിയത് ഡിസംബർ 18 റിലീസ് ചെയ്ത ദിലീപ് നായകനായ ബ ബ ബ എന്ന് പറയുന്ന സിനിമയാണ്. ഈ ഒരു സിനിമ ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. അതിൻ്റെ ഉപരി അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരുപാട് നാളുകളായിട്ട് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദിലീപ് നായകനാവുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ ദിലീപിൻ്റെ വളരെ മോശം സമയത്തായിരുന്നു ഈ ഒരു സിനിമയുടെ അനൗൺസ്മെൻറ്റും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നു പോയത്. ധനഞ്ജയ് എന്ന് പറയുന്ന പുതിയ സംവിധായകൻ, ഫഹീം, അതുപോലെ തന്നെ നൂറിൻ, ഇവരാണ് നമുക്കറിയാം. അവർ ദമ്പതിമാരാണ്. പ്രേക്ഷകർക്ക് അവരെ നടനായിട്ടും നടിയായിട്ടും ഒക്കെ അറിയാം. അപ്പോൾ അവരാദ്യമായിട്ട് ഒരുമിച്ച് എഴുതുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹൈപ്പിലാണ് ഈ ഒരു സിനിമയുടെ അനൗൺസ്മെൻ്റ് ഒക്കെ വന്നിരുന്നത്. പിന്നീട് നമുക്കറിയാം ദിലീപ് സിനിമയിൽ ജോയിൻ ചെയ്തു. പക്ഷെ അതൊരു എന്ത് തരം സിനിമയായിരുന്നു എന്നൊന്നും ആദ്യം പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ നമുക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നീടാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രെയിലർ കുറച്ച് കാലം മുമ്പ് റിലീസായി. പിന്നീടാണ് നമുക്കറിയാം ലാലേട്ടൻ ഇതിൻ്റെ ഭാഗമാവുന്നു. മോഹൻലാൽ ഇതിൻ്റെ ഭാഗമായ ശേഷം അദ്ദേഹം തന്നെ ഹൃദയപൂർവ്വം സിനിമയുമായി ബന്ധപ്പെട്ട ചില പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത് ലോജിക്കൊന്നുമില്ലാത്ത ഒൺലി മാഡ്നസ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു കഥയാണ്, ആ ഒരു മൂഡിലുള്ളൊരു സിനിമയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ തന്നെയായിരുന്നു ഇതിൻ്റെ മറ്റ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരുന്നത്. പിന്നീടാണ് ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു വിധിയൊക്കെ വരുന്ന ഒരു സമയം എത്തി. അപ്പോൾ ഡിസംബർ 8 നമുക്കറിയാം ദിലീപിൻ്റെ വിധി വന്നത്. ഡിസംബർ 9 ഇവർ ഇതിൻ്റെ ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെ റിലീസായി. പിന്നെ എല്ലാം വളരെ ഫാസ്റ്റായിട്ട് അതിൻ്റെ പ്രൊമോഷനൊക്കെ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അധികം മറ്റു സിനിമകൾ കാണുന്ന പോലെ ഒരു ഓഡിയോ ലോഞ്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയൊരു പ്രസ് മീറ്റുകളോ ഒന്നും നമ്മളിത് കണ്ടിരുന്നില്ല. അങ്ങനെ സിനിമ തിയേറ്ററിൽ എത്തുന്നു. പക്ഷേ ഇതിനോടനുബന്ധിച്ചിട്ട് നമുക്കറിയാം ദിലീപിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ. ദിലീപിനെതിരെ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു വിധി വന്ന ശേഷം ദിലീപ് കുറ്റക്കാരനല്ല എന്ന് വിധി വന്നിട്ട് പോലും ദിലീപിനെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദിലീപ് കുറ്റക്കാരനാകുന്ന രീതിയിൽ ദിലീപിൻ്റെ സിനിമകൾ ഇനി കാണില്ല, ദിലീപിൻ്റെ സിനിമകൾ ബഹിഷ്കരിക്കണം എന്നുള്ള തരത്തിലൊക്കെ കുറേ ആളുകൾ മുന്നോട്ട് വന്നു. ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവർ മുന്നോട്ട് വന്നു. ഇവർ തമ്മിലുള്ള ഫൈറ്റുകൾ നമ്മൾ കണ്ടു. അങ്ങനെയൊക്കെയാണ് ഈ സിനിമ തിയേറ്ററിൽ ഈ ഡിസംബർ 18 എത്തിയത്. തിയേറ്ററിലെത്തി സിനിമയ്ക്ക് ആദ്യത്തെ ദിവസം വമ്പൻ ഇനീഷ്യലാണ് തിയേറ്ററിൽ കളക്ഷൻ കിട്ടിയത്. എനിക്ക് തോന്നുന്നു ദിലീപിൻ്റെ രാമലീല എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം ഒരുപക്ഷെ 2 കൺട്രീസോളം 2015 റിലീസ് ചെയ്ത 2 കൺട്രീസിന് ശേഷം ദിലീപിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു ഇനീഷ്യൽ വന്ന ഒരു സിനിമ തന്നെയായിരിക്കും. 7 കോടി രൂപയാണ് ഇതിൻ്റെ ആദ്യത്തെ ദിവസം കേരള ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലും ആ ഒരു വീക്കെൻഡ്, ഒരു ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേയും അത്യാവശ്യം നല്ല കളക്ഷനിലൂടെ തന്നെയാണ് പോയത്. ഈ ഒരു ഫസ്റ്റ് ഡേൻ്റെ കളക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഏകദേശം ഒരു 3 കോടി 3.5 കോടിയുടെ ഇടയ്ക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ അതിനുശേഷം ഒരു 5-ാം ദിവസമായപ്പോൾ, ഒരു തിങ്കളാഴ്ച ആയപ്പോൾ ഈ സിനിമയുടെ കളക്ഷൻ കുറഞ്ഞു. പിന്നീട് ഏകദേശം 1 കോടി രൂപയുടെ അടുത്തേക്ക് അതിലോട്ട് വീണിരുന്നു. പക്ഷെ എങ്കിൽ പോലും ദിലീപിൻ്റെ സിനിമകളിൽ ഈ അടുത്ത കാലത്ത് ദിലീപിന് നേരിട്ട പല സിനിമകളും വെച്ച് നോക്കുമ്പോൾ ദിലീപിന് ഒരു തിരിച്ചുവരവിനുള്ള ഒരു ആശ്വാസ ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് വലിയൊരു സപ്പോർട്ട് ഇതിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ വന്നതും കൂടിയുണ്ട്. മോഹൻലാലിൻ്റെ ഒരു ഫാൻസ്. പിന്നെ ആ സിനിമ കണ്ടവരൊക്കെ അറിയാം, അതിൽ ഒരു വിജയ് സിനിമകളുടെ റെഫറൻസും പിന്നെ ദിലീപിൻ്റെയും മോഹൻലാലിൻ്റെയൊക്കെ തന്നെ മുമ്പത്തെ സിനിമകളുടെയൊക്കെ അതിലെ പാട്ടുകളും അതിലെ റെഫറൻസ് സീനുകളും പിന്നെ ഇപ്പോഴത്തെ റിയൽ ലൈഫിലുള്ള ദിലീപിൻ്റെ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഇതിൽ അഭിനയിച്ച വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ഇവരുടെ ഒരു കോംബോ, ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ ഒരു ഫാൻസിന് വേണ്ട അല്ലെങ്കിൽ ഒരു ആഘോഷ പടങ്ങൾ എൻജോയ് ചെയ്യുന്നവർക്ക് ഉള്ള അവർക്കുള്ള ഒരു വിരുന്ന് തന്നെയായിരുന്നു ഒരു സിനിമ. ഇത് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ ശേഷമാണ് പിന്നീട് ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ 25 പിന്നീട് ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ എത്തിയത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സിനിമ എന്ന് പറഞ്ഞാൽ വീണ്ടും പ്രേക്ഷകർ ഒരുപാട് കാത്തിരുന്ന അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന നിവിൻ പോളി നായകനാവുന്ന സർവമായ എന്ന് പറയുന്ന സിനിമയാണ്. നിവിൻ പോളി നമുക്കറിയാം ദിലീപിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് നാളുകളായി പരാജയങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു നടനാണ് ഈ പറയുന്ന നിവിൻ പോളി. നിവിൻ പോളി 2019 റിലീസ് ചെയ്ത ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം സത്യത്തിൽ നിവിൻ പോളിക്ക് ഒരു വലിയൊരു വിജയമൊന്നും കിട്ടിയിരുന്നില്ല. ഇടയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന വിനീത് ശ്രീനിവാസിൻ്റെ സിനിമയിൽ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ ആയിട്ട് വന്ന് ആ ഒരു സിനിമയിൽ ഏറ്റവും കയ്യടി വാങ്ങിയ ഒരു നടനായിട്ട് മാറിയിരുന്നു നിവിൻ പോളി. അതിനുശേഷം നിവിൻ പോളിക്ക് ഇപ്പോഴാണ് ഒരു വിജയം വരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു സത്യൻ അന്തിക്കാട് സിനിമ പോലെ, ഇതിൻ്റെ ഒരു പരസ്യവും കാര്യങ്ങളിലൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ പല ട്രോളുകൾ കാണുന്നത് പോലെ സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകളിൽ ഒരു പ്രേതം കയറി പറ്റിയാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ തന്നെയായിരുന്നു ഈ ഒരു സിനിമ. ഈ ഒരു സിനിമ കണ്ടവർക്കറിയാം. ഇതിൽ നിവിൻ പോളി പഴയ ഒരു നിവിൻ പോളി നമ്മൾ വടക്കൻ സെൽഫിയിലോ അല്ലെങ്കിൽ അതുപോലത്തെ ചില ജേക്കബിൻ്റെ സ്വർഗരാജ്യമോ അല്ലെങ്കിൽ നമ്മൾ പ്രേമത്തിലോ ഒക്കെ കാണുന്ന
ആ ഒരു പഴയ ഒരു നിവിൻ പോളിയുടെ കുറേ മാനറിസംസ് ഇതിൽ നമുക്ക് വീണ്ടും കാണാൻ പറ്റിയിരുന്നു. നിവിനെ കുറച്ച് നാളുകളായിട്ട് നിവിന് നേരിടുന്ന ഒരു വിമർശനം എന്ന് പറഞ്ഞാൽ നിവിൻ്റെ തടി കൂടുന്നു, അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിവിൻ കുറച്ചും കൂടി സ്ലിം ആയിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇതിൽ നിവിൻ്റെ ആരാധകരും പ്രേക്ഷകരൊക്കെ പറയുന്നത്. പിന്നെ ഈ ഒരു സിനിമയിൽ നിവിൻ പോളി അജു കോംബോ നമുക്ക് ഏറ്റവും നേടി തട്ടത്തിന് മറയത്ത് മുതൽ, അല്ലെങ്കിൽ മലർവാടി മുതലേ തന്നെ എടുക്കാം, മലർവാടി മുതൽ തട്ടത്തിന് മറയത്ത് മുതൽ അങ്ങോട്ട് നിവിൻ അജു കോംബോ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു കോംബോയാണ്. ആ ഒരു കോംബോ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഖിൽ സത്യൻ എന്ന് പറയുന്ന അധികം സത്യൻ അധികാടിൻ്റെ മകനാണ്. ഇതിനു മുമ്പ് പാച്ചവും അത്ഭുത വിളക്കും എന്ന് പറയുന്ന ഒരു സിനിമയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സിനിമയ്ക്ക് ശേഷം ആ ഒരു സിനിമ തരക്കേടില്ലാത്തൊരു വിജയമായിരുന്നു. അതിനേക്കാട്ടും വലിയൊരു വിജയത്തിലേക്കാണ് ഈ ഒരു സിനിമ ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ നായികയായിട്ട് പ്രധാനമായിട്ടും ഇതിൽ പ്രേതമായിട്ട് വരുന്നത് ഇതിൽ റിയ ഷിബു എന്ന് പറയുന്ന സാമാന്യം പുതുമുഖമായ നായികയാണ്. അവരൊരു നിർമ്മാതാവാണ്. വളരെ പ്രശസ്തനായ പ്രൊഡ്യൂസർ ഷിബു തമീൻസിൻ്റെ മകളാണ്. മുറ എന്ന് പറയുന്ന ഒരു സിനിമ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു നിർമ്മാതാവ് എന്ന രീതിയിലും അവർ അറിയാം, ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ സിനിമാ ലോകത്തൊക്കെ അവർ പരിചിതമാണ്. ഈ ഒരു സിനിമ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യത്തെ ദിവസവും 3-3.5 കോടിയുടെ അടുത്ത് കേരള ബോക്സ് ഓഫീസ് കളക്ട് ചെയ്തിപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് ഏകദേശം ഒരു 20 കോടി 25 കോടിയൊക്കെ ഒരു വേൾഡ് വൈഡ് കളക്ഷനൊക്കെ വന്നിട്ട് എങ്ങനെ പോയാലും അതൊരു നിവിൻ്റെ ഒരു വലിയൊരു വിജയമായി മാറും. ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ സിനിമാ ലോകത്ത് നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ വെച്ചിട്ട് ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം നിവിൻ പോളിയുടെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്ന ഒരു സിനിമയായി മാറും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് മുന്നോടിയായിട്ടുള്ള ചില ഇൻ്റർവ്യൂസിലൊക്കെ നിവിൻ പറഞ്ഞിരുന്നു, നിവിൻ ഒരുപാട് കോമഡി സിനിമകളോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് സിനിമകളൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് നിവിൻ്റെ ചില സുഹൃത്തുക്കൾ ഒക്കെ പറഞ്ഞു, ഇനി ഇത് മാത്രം ചെയ്താൽ പോരാ, കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ത്രില്ലർ സിനിമകൾ, ഒരു ആക്ടർ എന്ന രീതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമകളൊക്കെ ചെയ്യണം, എങ്കിലേ വളരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിവിൻ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സിനിമകളൊക്കെ ചെയ്തത്. അതിൽ തന്നെ പല സിനിമകളും നമുക്കറിയാം. മൂത്തോർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ അത്ര വിജയിച്ചില്ലെങ്കിലും ഒരുപാട് അപ്രിസിയേഷൻ നിവിന് കിട്ടിയതാണ്. ആ സിനിമ പല ഫെസ്റ്റിവൽസിലും പോയി. നിവിന് ബെസ്റ്റ് ആക്ടർ സ്റ്റേറ്റ് അവാർഡ് സ്പെഷ്യൽ ജൂറി കിട്ടി. പുറത്തുള്ള 1-2 ഫെസ്റ്റിവൽസിൽ നിന്നും നിവിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം വന്ന പടവെട്ടായിക്കോട്ടെ, പിന്നീട് അതുപോലെ തന്നെ മഹാവീര്യം എന്ന് പറയുന്ന ഒരു സിനിമ, പല സിനിമകളും വിചാരിച്ച പോലെ ഏറ്റുന്നില്ല. കുറേ രാമചന്ദ്ര ബോസ് എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ഇപ്പോഴും OTT പോലും റിലീസ് ചെയ്തിട്ടില്ല. അതിൻ്റെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന് വൻ നഷ്ടമായിരുന്നു. അതേ സംവിധായകൻ ഹനീഫ ദനീയുടെ മുമ്പത്തെ മിഖായിൽ എന്ന് പറയുന്ന ഒരു സിനിമയും ഒരു ആക്ഷൻ മൂഡിൽ വന്ന സിനിമ. മമ്മൂട്ടിയെ വെച്ച് ആദ്യ സിനിമ ചെയ്ത ഗ്രേറ്റ് ഫാദർ ചെയ്ത ആ സംവിധായകൻ നിവിൻ പോളി വെച്ച് ചെയ്തപ്പോൾ പരാജയമായിരുന്നു. അതേ സംവിധായകൻ തന്നെ മാർക്കോ ചെയ്ത് കഴിഞ്ഞപ്പോൾ വിജയമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞ നിവിൻ പോളി എല്ലാത്തിലും പലതരം സിനിമകളൊക്കെ ചെയ്തെങ്കിൽ കൂടിയും നിവിൻ പോളിക്ക് പരാജയമായിരുന്നു. പിന്നെ നിവിനെ നായകനാക്കി അനൗൺസ് ചെയ്ത നിവിൻ പോളി തന്നെ നിർമ്മിക്കുന്ന ഒരുപാട് സിനിമകൾ ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥ വരെത്തി. അത് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് സിനിമകൾ അനൗൺസ് ചെയ്തത് നിവിൻ്റെ ഡ്രോപ്പ് ആയിരിക്കുകയാണ്. ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നിവിൻ ചെയ്യുന്ന ഒരു സിനിമ, നിവിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, നിവിനും നയൻതാരയും അഭിനയിക്കുന്ന ഒരു സിനിമ, അതുമെല്ലാം ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ആക്ഷൻ ഹീറോ ബിജു 2 അതിൻ്റെ 2ാം ഭാഗം കുറച്ച് ദിവസമൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷെ അതും പിന്നീട് വിവരമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നിവിൻ്റെ ഒരു പരാജയത്തിൻ്റെ എന്താ പറയുക ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ പരാജയത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഉള്ള ബുദ്ധിമുട്ടുകളാണെന്നൊക്കെയാണ് സിനിമാ ലോകത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ. എന്തായാലും ഇപ്പോൾ ഈ സർവമായ എന്ന് പറയുന്നൊരു സിനിമ വലിയൊരു വിജയമായി മാറിയത് നിവിന് എന്തും കൊണ്ടും ഗുണം തന്നെയാണ്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ തിയേറ്ററിൽ റിലീസായിരിക്കുന്ന മറ്റ് സിനിമകൾ എന്ന് പറയുന്നത് ഒന്ന് ഹാൽ എന്ന് പറയുന്നൊരു സിനിമ, പിന്നെ മിണ്ടിയും പറഞ്ഞും എന്ന് പറയുന്നൊരു സിനിമയാണ്, പിന്നെ മോഹൻലാലിൻ്റെ വൃഷഭ എന്ന് പറയുന്ന സിനിമ, പിന്നെ ആഘോഷം എന്ന് പറയുന്ന ഒരു സിനിമ. ഇതിൽ വൃഷഭ ഒരു വലിയൊരു ക്യാൻവാസിലൊരു സിനിമയാണ്. അതൊരു തെലുങ്ക് മലയാളം ബൈലിംഗ്വൽ സിനിമയാണ്. ഈ ഒരു സിനിമ കുറേ നാളുകൾക്ക് മുമ്പ് അനൗൺസ്മെൻറ്റ് നടന്നിരുന്നതാണ്. അതിൽ മോഹൻലാൽ ഒരു പ്രധാന കഥാപാത്രമാണ്, പിന്നെ അവിടുത്തെ ഒരു പുതുമുഖ ഒരു നായകനാണ്. പക്ഷെ ആ ഒരു സിനിമയ്ക്ക് അഭിപ്രായം അത്ര നല്ല അഭിപ്രായങ്ങളല്ല തിയേറ്ററിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ആശീർവാദ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ ഒരു അത്യാവശ്യം ഗ്രാൻഡ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ആ ഒരു സിനിമ മോഹൻലാലിന് ഈ വർഷം നമുക്കറിയാം, മോഹൻലാലിന് ഒരുപാട് നല്ല ഹിറ്റ് സിനിമകളും, എമ്പുരാനൊക്കെ അഭിപ്രായം മോശമായിരുന്ന അല്ലെങ്കിൽ മിക്സഡ് അഭിപ്രായം ആണെങ്കിൽ പോലും കളക്ഷനിൽ ഒരുപാട് റെക്കോർഡുകൾ സൃഷ്ടിച്ച സിനിമയാണ്. തുടരും ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ഒരു സിനിമയാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മോഹൻലാൽ ഈ ഒരു വർഷം അവസാനമായപ്പോൾ ബബ്ബയിൽ ഒരു അതിഥി താരമായിരുന്നു. അത് അത്യാവശ്യം മോഹൻലാലിന് വേണ്ട കയ്യടികളും അല്ലെങ്കിൽ മോഹൻലാലിൻ്റെതായ ഒരു വിജയം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അതൊരു മോഹൻലാലിന് ഒരു ഗുണം ചെയ്ത ഒരു സിനിമ തന്നെയാണ്. പക്ഷേ വൃഷഭ വരുമ്പോൾ അതൊരു പരാജയമാണ്. അതുകൊണ്ട് ആ ഒരു സിനിമ ആദ്യ ദിവസം തന്നെ എന്താ പറയുക ഒരു തിയേറ്ററിൽ നിന്നൊരു വാഷ് ഔട്ട് എന്ന രീതിയിൽ തന്നെയാണ് കേരള ബോക്സ് ഓഫീസിലൊക്കെ കണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ ഹാൽ എന്ന് പറയുന്ന ഒരു സിനിമ, ഈ സിനിമ ഷെയ്ൻ നിഗം നായകനായ സിനിമ, വീര എന്ന് പറയുന്ന പുതിയ സംവിധായകൻ, നിഷാദ് കോയ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ. ഈ ഒരു സിനിമ ഒരു റൊമാൻറ്റിക് സിനിമ എന്ന രീതിയിൽ അതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ നമ്മൾ അറിഞ്ഞിരുന്നതാണ്. പക്ഷേ ഈ ഒരു സിനിമ കൂടുതൽ ജനങ്ങൾ അറിഞ്ഞത് ഇതിലെ
സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഈ സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി കൊടുത്തില്ല, ഒരുപാട് കട്ടുകൾ വന്നു. അങ്ങനെ ഇവർ കുറേ ഫൈറ്റൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ ഇറക്കിയത്. ഒരുപാട് നീണ്ടു. 2024 മെയ്യിലാണ് ഇതിൻ്റെ ഷൂട്ട് തുടങ്ങിയത്. ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ് ആ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ഈ ഒരു സിനിമയുടെ റിലീസിന് ശേഷം ഇതിൻ്റെ ഒരു പ്രസ് മീറ്റിനോടനുബന്ധിച്ചിട്ട് ഇവരിതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ, ഇവരിതിൻ്റെ ഒരു ഷൂട്ടിംഗ് സമയത്താണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ഇവരുടെ ഒരു സെൻസർ ബോർഡ് ആയിട്ടുള്ളൊരു ഫൈറ്റിനെ കുറിച്ചൊക്കെ ഇവർ സംസാരിച്ചത്. ഈ ഒരു സിനിമ പറയുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതിൽ ഭയങ്കര ഒരു വലിയൊരു പൊളിറ്റിക്സ് ആണ് ഇവർ സംസാരിക്കുന്നത്. അതായത് ഒരു മുസ്ലിം യുവാവ് ഒരു ക്രിസ്ത്യൻ യുവതിയെ പ്രണയിക്കുന്നതും അത് തുടർന്നുണ്ടാവുന്ന ഇവർ പോലും അറിയാതെ അത് പിന്നീട് ഒരു ജാതി അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു ഇഷ്യൂ ആയി മാറുന്നതും, ലവ് ജിഹാദ് എന്ന് പറയുന്ന ഇപ്പോൾ പലപ്പോഴും പല രീതിയിൽ ചർച്ചകളിലേക്ക് പോകുന്ന അതിനെക്കുറിച്ചൊക്കെ പരാമർശിച്ചു പോകുന്നുണ്ട്. ഇതിൽ ഷൈനികമിനോട് ഇതിലൊരു കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ഒരു പേര് ചോദിക്കുമ്പോൾ മുസ്ലിം പേര് പറയുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, എൻ്റെ പേരാണോ പ്രശ്നം എന്ന് ഇതിലെ ഷൈനികം ഇതിൻ്റെ കഥാപാത്രം ചോദിക്കുന്നൊരു ചോദ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമയാണ്. തിയേറ്ററിൽ അതങ്ങനെ വലിയ കളക്ഷൻ ഒന്നും അല്ലെങ്കിൽ പോലും കുഴപ്പമില്ലാത്ത രീതിയിൽ ആ സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിവസം വെച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമൊക്കെ കുറച്ച് ഷോസിൻ്റെ എണ്ണമൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റ് കളക്ഷനെല്ലാം ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒഫീഷ്യൽ കളക്ഷനൊക്കെ പുറത്ത് വരുന്നുണ്ടാവുള്ളൂ. അത് പിന്നെ ഒരു സിനിമ എന്ന് പറയുന്നത് മിണ്ടിയും പറഞ്ഞെന്നുള്ള സിനിമയാണ്. ഈ ഒരു സിനിമ അരുൺ ബോസ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ, ഉണ്ണി മുകുന്ദനും അപർണ ബാലമുരളി അഭിനയിക്കുന്ന സിനിമയാണ്. ഇത് ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ റിലീസായപ്പോൾ തന്നെ വലിയൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അപർണയും ഉണ്ണി മുകുന്ദനും ഒക്കെ ചെറിയ രീതിയിൽ അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്തെങ്കിൽ കൂടി ഈ ഒരു സിനിമയ്ക്ക് ഒരു ഉണ്ണി മുകുന്ദനോ അല്ലെങ്കിൽ ഒരു അപർണ ബാലമുരളി അഭിനയിക്കുന്ന ഒരു സിനിമകൾക്ക് വരേണ്ട ഒരു കളക്ഷനോ ഒരു ഇനീഷ്യൽ പുള്ളൊന്നും വന്നില്ല. എങ്കിൽ പോലും ഒരു സിനിമ നല്ലൊരു സിനിമയാണ് എന്ന് തന്നെയാണ് കണ്ടിറങ്ങിയ പ്രേക്ഷകരൊക്കെ പറഞ്ഞത്. പക്ഷേ തിയേറ്ററിലെ കളക്ഷനും കാര്യങ്ങളൊന്നും അത്ര വലിയ ഒരു ശുഭകരമല്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു നിർമ്മാതാവിന് എത്രത്തോളം ലാഭം കിട്ടുമെന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. എന്തായാലും പിന്നെ ആഘോഷം എന്ന് പറയുന്ന ഒരു സിനിമ, ആഘോഷം അമൽ കെ ജോബി എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ സിനിമയാണ്. ഇതിനു മുമ്പ് ഗുമസ്തൻ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ശരിക്കും ശ്രദ്ധിക്കപ്പെടുക എന്ന് തന്നെ പറയാം. കാരണം ആ സിനിമ തിയേറ്ററിൽ വലിയ വിജയമല്ല, പക്ഷേ ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ അമൽ കെ ജോബി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം അതിനുശേഷം അധികം വൈകാതെ തന്നെ ഒരു സിനിമയായിട്ട് അദ്ദേഹം എത്തി. അതാണ് ആഘോഷം എന്നുള്ള സിനിമ. അത് പേര് പോലെ തന്നെ ഒരു ആഘോഷ സിനിമയാണെന്നാണ് അതിൻ്റെ അണിയറപ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സിനിമയിൽ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ നരേനാണ് കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുന്നത്. പിന്നീട് പണി എന്ന് പറയുന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ ബോബി കുര്യൻ, പിന്നെ ജെയ്സ് എന്ന് പറയുന്ന നടൻ, ഗുമസ്തലിൻ്റെ നായകനായി അഭിനയിച്ച ജെയ്സ് ഉണ്ട്. പിന്നീട് ഒരുപാട് യുവ താരങ്ങൾ, പുതുമുഖങ്ങളും അല്ലാതെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് പേര്, രഞ്ജി പണിക്കരുടെ മകൻ നിഖിൽ രഞ്ജി പണിക്കരുടെ, ദിവ്യദർശനുണ്ട്. അങ്ങനെ കുറേ താരങ്ങൾ ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇതൊരു ക്യാമ്പസിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ്. അപ്പോൾ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം നരേൻ എന്ന് പറയുന്ന നടൻ വീണ്ടും ഒരു ക്യാമ്പസ് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്ന ഒരു പുതുമ കൂടി ഈ ഒരു സിനിമയ്ക്കുണ്ട്. അത് ക്ലാസ്മേറ്റ്സിൽ അദ്ദേഹം ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ ഇതിൽ അദ്ദേഹം ഒരു പ്രൊഫസറായിട്ടാണ് വരുന്നത്. ഈ ഒരു സിനിമയും തിയേറ്ററിൽ കുഴപ്പമില്ലാത്ത രീതിയിലാണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സിനിമകളാണ് തിയേറ്ററിൽ ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ചിട്ട്, വെക്കേഷനോടനുബന്ധിച്ചിട്ട് തിയേറ്ററിൽ റിലീസായിരിക്കുന്നത്. ഇതിൽ ബബ്ബ ആദ്യത്തെ ദിവസം നല്ല ഇനീഷ്യൽ കിട്ടി. അത് ഒരാഴ്ച അതിനൊരു സോളോ റൺ കിട്ടി എന്ന് തന്നെ പറയാം. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ബാക്കിയുള്ള സിനിമകളൊക്കെ വന്നത്. ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് സർവ്വമായ എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും ഈ ഒരു റൺ കഴിഞ്ഞാൽ, ഏകദേശം ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഈ ഒരു റൺ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞ് പിന്നെ ജനുവരി ഫസ്റ്റ് വീക്കും കൂടിയൊക്കെ കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കളക്ഷനോ അല്ലെങ്കിൽ ഒരു ആരാണ് വിന്നർ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ബബ്ബയാണെങ്കിൽ 50 കോടി രൂപ വേൾഡ് വൈഡ് കളക്ട് ചെയ്തിരിക്കുകയാണ്. സർവ്വമായ ആണെങ്കിൽ ഏകദേശം ഒരു 25 കോടി രൂപയൊക്കെയാണ് ഏകദേശം കളക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ലോങ് റണ്ണിൽ എനിക്ക് തോന്നുന്നു സിനിമാ ലോകത്ത് നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് എന്തായാലും സർവ്വമായ തന്നെയായിരിക്കും. അതൊരു 100 കോടി കളക്ട് ചെയ്യുമ്പോൾ എന്നറിയില്ല. ഈ വർഷം നമുക്കറിയാം 2025 എന്ന് പറയുന്ന വർഷം ഒരുപാട് 100 കോടികൾ കളക്ട് ചെയ്ത സിനിമകൾ നമുക്ക് മലയാളത്തിലുണ്ട്. അക്കൂട്ടത്തിലേക്ക് ബബ്ബയും സർവ്വമായും എത്തുമോ എന്നുള്ളത് അറിയില്ല. എങ്കിലും സർവ്വമായ എത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.